അതും ഈ വർത്തമാനകാല സാഹചര്യത്തിൽ പ്രായോഗികമായി നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൗതിക സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരിക ലോകത്തിൽ നിന്ന് ഒരല്പം ആശ്വാസത്തിന് വേണ്ടി, ഈ ഹെക്റ്റിക് ലൈഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആധുനിക സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഒരു ആധുനിക സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ മഹാനുഭവൻ ചോദിച്ചത്. അപ്പോൾ അതിൽ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ളത്, വളരെ ശാസ്ത്രീയമായ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾക്കു മാത്രമായി ഒരു സംവേദനം സൃഷ്ടിക്കാൻ കഴിയില്ല. നമ്മുടെ ആളുകൾ പറഞ്ഞ് തെറ്റായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്നുള്ളത്. പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്കു മാത്രമായൊരു സ്റ്റാറ്റസ് ഇല്ല, അത് ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന കണ്ണും മൂക്കും ചെവിയും നാക്കും ത്വക്കും എല്ലാ സംഗതികളും ബ്രെയിനായിട്ട് കണക്റ്റഡ് ആണ്. ബ്രെയിനെയാണ് കുറച്ചും കൂടെ നമ്മൾ വളമിട്ട് വളർത്തേണ്ടത്. ബ്രെയിനിൻ്റെ കൺട്രോളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ യോഗയിലൊക്കെ നമ്മൾ പറയും, ആമ തൻ്റെ ശരീരം പിൻവലിക്കുന്നത് പോലെ എന്നൊക്കെ പറയും. ആമ തൻ്റെ ശരീരം പിൻവലിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെ പേടി, അതിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതി അതിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതി കൊടുത്ത രൂപമാണ്. അപ്പോൾ അത് കൈകാലുകൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പിൻവലിക്കുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്നുകൂടി രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതി കൊടുത്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് യഥാർത്ഥത്തിൽ അത്. അപ്പോൾ നമ്മൾ നോക്കുക, കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, നാവുകൊണ്ട് രുചി അറിയുക, സ്പർശനം അറിയുക. നിങ്ങളൊരു പുഷ്പത്തെ കാണുന്ന സമയത്ത്, ഒരു പൂന്തോട്ടത്തിലെ ഒരു പൂവിനെ നിങ്ങൾ കാണുന്നത് നിങ്ങളെ കണ്ണുകൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് അത് മനസ്സിൻ്റെയും കൂടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയവും തലച്ചോറും കൂടിച്ചേർന്നതാണെന്നാണ് എൻ്റെ പക്ഷം.